ഹൗസ് ഏരിയ സത്യം പറയാലോ ഗ്യാങ് ഹൗസിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഗ്യാങ്ങിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഒരു പ്രോപ്പർ സാധനം തരാൻ ഇല്ല. നമുക്കെന്തായാലും നല്ല റിക്രൂട്ട്സ് ഉണ്ടാവും. ആദ്യം സിറ്റി ലോഞ്ച് എന്നാ ഫ്രൈഡേ അല്ലേ പറഞ്ഞത്? 20th എന്തോ അല്ലേ പറഞ്ഞത്? ഫ്രൈഡേ അല്ലേ? EVXലൊക്കെ അതൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. 21 ആണ് ഫ്രൈഡേ. അതെ അതെ. 21 എന്തായാലും ഒഫീഷ്യലി ലോഞ്ചായാൽ നമ്മൾ അന്ന് തന്നെ ഗ്യാങ് ആവേണ്ടതാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഞാൻ അവിടുത്തെ സെർവർ സൈഡിൽ ചോദിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. എന്തായാലും ഈ കളർ അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ഈ കളർ വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ സിറ്റിയിൽ ഗ്യാങ് ഫോം ആവുക. അഥവാ ഈ ഒരു കളർ പാറ്റേൺ, ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ആയിരിക്കും നിലവിലുള്ള ഡ്രസ്സ്, നിലവിലുള്ള ജാക്കറ്റ് അത് തന്നെ ആയിരിക്കും. അതിൽ മാക്സിമം പോയ ഒരു ഹുഡീസും കൂടി, അതിനനുസരിച്ചുള്ള ഒരു ഹുഡീസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഉപയോഗിക്കാത്ത ഒരു മാരക വണ്ടിയുണ്ട്, ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആ വണ്ടിയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോത്തിന് ഇറക്കാം. എന്തിനാടാ യാസ്ട്രിക്സിൽ കയറിയിട്ട് പീഡിനെ അടിക്കുന്നത്? എന്തിനാ ചുമ്മാ ഒന്നിരുന്നാണടാ? നിങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ലേ? അതൊക്കെ അതിൻ്റെതായ വഴിക്ക് അത് കഴിഞ്ഞു. പിന്നെ ഇനി അതിങ്ങനെ മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. വൈറ്റ് വേണ്ടെന്നോ? ആദ്യം അഡ്മിൻസിനോട് ചോദിച്ചു നോക്കട്ടെ. ആഫീസ് ബ്രോനോടൊക്കെ ചോദിച്ചിട്ട് ആ കളറ് നമുക്ക് കിട്ടുമോ, അത് പറ്റുമോ എന്നുള്ളത് ചോദിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ തന്നെ എടുക്കാം. ആ കളർ എടുത്തിട്ട് പിന്നീട് നമുക്ക് മാറ്റാം. സേവ്ഡ് ഇറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. അതെ അതെ, അത് വെയിറ്റ് ചെയ്തതിന് എന്താ വെച്ചാൽ ആ വണ്ടിക്ക് ചിലപ്പം എക്സലാൻഡിസിലായിരിക്കും ആദ്യം ഓടാൻ ഭാഗ്യം. അതുകൊണ്ടായിരിക്കും അത് കുറച്ച് നല്ല വണ്ടി ആയതുകൊണ്ടേ. പക്ഷെ ഞാൻ പറയട്ടെ, അതും ഒരു ടെമ്പററി ഗ്യാങ് വണ്ടിയാണ്. അത് നല്ലൊരു ഗ്യാങ് വണ്ടി ആക്കിയിട്ട് അതിലും നല്ലൊരു ഗ്യാങ് വണ്ടി വേറെ പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ തിരക്ക് കൂടി ആയതുകൊണ്ട്, ടൂർണമെൻറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട്, ഞാനും കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് അതിലൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ സൂൺ ഓർ ലേറ്റർ നമ്മൾ എന്തായാലും അതിലും നല്ലൊരു വണ്ടി 6x6 ആയിക്കോട്ടെ, 4x4 ആയിക്കോട്ടെ, ലിഫ്റ്റഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇറക്കും. പിന്നെ അതിന് പുറമെ നമുക്കൊരു സ്പെഷ്യൽ വണ്ടി, സ്പെഷ്യൽ ഡ്രസ്സ് എല്ലാം നമുക്ക് സെർവർ സൈഡിൽ നിന്ന് വേറെ ഒരു ഇതുണ്ടാവും, പ്രിവിലേജ് ആയിക്കൊണ്ടുണ്ടാവും. അപ്പം അതും യൂസ് ചെയ്യണം. ഗ്യാങ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നോ? ഇല്ല ബ്രോ, നമ്മൾ ചേഞ്ച് ചെയ്യും, പക്ഷേ പെട്ടെന്ന് ഉണ്ടാവില്ല. നമ്മളെന്തായാലും ഗ്യാങ് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു ഗ്യാങ് ഡ്രസ്സ് തട്ടിക്കൂട്ടി കണ്ട ഒരു സാധനം ചെയ്യാനാവില്ല. എന്തായാലും ഓൾറെഡി നമ്മളത് ഇട്ട് നമ്മളെ ഓൾറെഡി അഡാപ്റ്റ് ആയില്ലേ. അപ്പം ആ ഒരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്ത് പയ്യെ നമുക്ക് മാറ്റും. എന്തായാലും ഗ്യാങ് ഡ്രസ്സ് എന്തായാലും കളറൊക്കെ കംപ്ലീറ്റ്ലി, കളറല്ല, ആ പാറ്റേണൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നമ്മളൊരു പുതിയ ഗ്യാങ് ഡ്രസ്സൊക്കെ നമുക്ക് ഒരു 1 month കൊണ്ട് നമുക്ക് ചെയ്യാം. കറൻ്റ്ലി GV ഡിസൈൻ നല്ലതാണ്, അത് തന്നെ ആക്കിയാൽ പോരെ. GV ഡിസൈൻ ഓക്കെയാണ്, പക്ഷേ കളർ പാറ്റേൺ കംപ്ലീറ്റ്ലി അത് ഡിഫറെൻ്റ് അല്ലേ. GV കളറ് ബ്ലാക്കും ബർഗണ്ടിയാണ്. പക്ഷേ ഡ്രസ്സ് ഫുള്ള് ഓഫ് വൈറ്റ് ക്രീമും ബർഗണ്ടിയാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ അത് എന്തായാലും സിറ്റിയിൽ ചിലപ്പം അപ്രൂവൽ കിട്ടാൻ ചാൻസ് കുറവാണ് ഇവിടെ എക്സിൽ. അപ്പം അതെന്തായാലും ചിലപ്പം മാറ്റേണ്ടി വരും. ദിസ് ഈസ് വാട്ട് വി കോൾഡ് എ ലെജൻഡറി കംബാക്ക്. ലേറ്റാവും, എന്തായാലും ലേറ്റസ്റ്റ് ആയി വരും. മനസ്സിലായോ? നമ്മൾ ഒരു എലൈറ്റ് ഗ്യാങ് എന്ന് പറയുന്നൊരു സാധനം, പുതിയൊരു സാധനം സിറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ ആ സാധനം ആയതുകൊണ്ടാണ് നമ്മൾ വരുന്നത് പോലും. മനസ്സിലായോ? ലേറ്റ് ആയിട്ടാണ് വന്നത്, പക്ഷേ സെറ്റാണ്. DC നോക്കാം. ഇന്ന് കുറച്ച് നേരം DC ഉണ്ടാവും. സിറ്റിയിലൊന്ന് കയറണം. സിറ്റിയൊക്കെ എന്താ അവസ്ഥ എന്ന് അറിയില്ല, കയറി നോക്കണം. വൈറ്റ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മച്ച് മോർ ബെറ്റർ ആയി തോന്നിയത് വൈറ്റ് ആണ്. സീരിയസ്ലി. ടാക്കോയി, താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. മീൻസ് എലോട്ട്, ലവ് യു. ബർഗണ്ടി മെയിൻ കളർ ആക്കിയിട്ട് ബ്ലാക്ക് കൊണ്ട് ഡിസൈൻ ചെയ്യും, ജസ്റ്റ് നോർമൽ ക്ലാസ് ഡിസൈൻ. പക്ഷെ ഞാൻ പറയട്ടെ, ബർഗണ്ടി വിത്ത് ബ്ലാക്ക് എക്സിൽ അപ്രൂവൽ ആവണമെന്നില്ല ഗൈസ്, അതാണ് പ്രശ്നം. എൻ്റെ ഐശ്വര്യ അല്ലേ ഷെയ്ക്കേന്നാ? എൻ്റെ അണ്ടിയാണ് കാലിത.
ഇതെന്ത് പേരാന്നടാ ഇത്? താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. ഇതൊക്കെ വെച്ചാണ്ട് എങ്ങനെ ഞാൻ കിക്ക് പോയിന്റ്സ് വയ്ക്കാം? ബ്ലാക്ക് ആണ് ബെറ്റർ. ബ്ലാക്ക് ആണ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ അപ്രൂവൽ കിട്ടാൻ ചാൻസസ് വെരി ലോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കറിയില്ല, ഇനി ചോദിച്ചു നോക്കണം നമ്മളെ കളറ് അവിടെ അപ്രൂവൽ ആവുമോ എന്നുള്ളത്. അയ്യോ, ഞാൻ എന്താ കുഞ്ഞു കുട്ടികളാണ് ഇരിക്കുന്നതിൽ. പക്ഷേ ന്യൂ റിക്രൂട്ട്മെന്റ് ഫാസ്റ്റ് ആക്കിയാൽ അവരെ കൂടെ മീറ്റപ്പിന് കൊണ്ടുവരാലോ, അവരും സിങ്കാവും. അല്ലോ ബോസ് റിക്രൂട്ട്മെന്റ് ഫാസ്റ്റ് ആക്കിയാൽ. എടാ ഞാൻ പറയട്ടെ, സിങ്കും ഈ സാധനവും മീറ്റപ്പിന് ആൾക്കാരെ എണ്ണം കൂട്ടിയാണ്ട് ബിരിയാണി കഴിച്ചാനും പോണത് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലവ് കൂടുന്നത് വേറെ. ചിലവ് കൂടുന്നത് മാത്രമല്ല, നമ്മളങ്ങനെ ചാടി കയറി ഒരു സാധനം ഉണ്ടാക്കുന്നതിന് പകരം ഞാനിതൊരു ഫാമിലി ആയി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായോ? പയ്യെ പയ്യെ നോക്കി ഇതിൽ ബെറ്റർ ആരാണ്, കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ ഞാൻ നോക്കി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുക്കാൻ പറ്റുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? ഒരുപാട് പേര്, നിങ്ങൾക്ക് ഒന്നും തിങ്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും പ്ലേയേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഒരു സമയത്ത് അങ്ങനെ ചാടി കയറി കുറേ പേര് എടുത്തു കൂട്ടി എല്ലാവരും അങ്ങ് എടുത്ത് പിന്നെ മീറ്റപ്പിനും സിങ്കും ഇതും നോക്കിയും കണ്ട് അങ്ങനെ എടുത്തിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല. പയ്യെ 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 വരും. എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ സമയമുണ്ട്, മനസ്സിലായോ? നമ്മൾ ഒന്നിനും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഞാൻ അന്നേ മുമ്പേ പറഞ്ഞൊരു സാധനമാണ്, ഒരു സമയമാകുമ്പോൾ കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എല്ലാവർക്കും നല്ല രീതിക്ക് കിട്ടും. യു ഗൈസ് വിൽ നെവർ ഡിസപ്പോയിൻറ്റ്. ഫെയിം ആയിരിക്കുന്നോ? അങ്ങനെയല്ലടാ, കുറേ പേര്, അതാ ഞാൻ പറഞ്ഞത്. അത് എന്താ പറയുക, അതൊന്നും ഇപ്പോൾ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സാധനമൊക്കെ ഈ ചോദിക്കുന്നവന്മാരെല്ലാം മനസ്സിലാക്കും, മനസ്സിലായോ? പിന്നെ ഞാനത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ഇത് പോവും. ബോസണ്ണനൊക്കെ ഉണ്ട്, ബോസണ്ണനുണ്ട്. 500 കിക്ക് പോയിന്റ്സ് എൻ്റെ ആര് ഉടായിപ്പാക്കലട. ആ 500ൻ്റെ ആ സാധനം ഇട്ട് കണ്ട് 500 കിക്ക് പോയിന്റ്സ് അയച്ചെന്നാണ്. ഉടായിപ്പളാടാ നിങ്ങളെല്ലാവരും പറ്റിക്കുന്നതന്നെ. എ പി പറഞ്ഞിരുന്നു വൈറ്റ് മിക്സ് ആയതുകൊണ്ട് അപ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ് ആയതുകൊണ്ട് മേ ബി നമുക്ക് ബർഗണ്ടി വിത്ത് വൈറ്റ് ആയതുകൊണ്ട് ചാൻസസ് ഉണ്ട്. പക്ഷെ ബർഗണ്ടി വിത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും ബ്ലാക്കും ആയിട്ട് മിക്സപ്പ് വരും, മനസ്സിലായോ? അഥവാ എന്തായാലും TPA അങ്ങനെ ഏതൊക്കെ ഗ്യാങ്ങിൻ്റെ കളർ ഇതല്ലേ, അങ്ങനെ ഏതൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ കളറായിട്ട് എന്തായാലും മിക്സപ്പ് ആവണോണ്ട് ഒബ്വിയസ്ലി എന്തായാലും നമുക്കത് കിട്ടാൻ ചാൻസസ് കുറവാണ്. അറിയില്ല ഇനി അത് എങ്ങനെയാണെന്നുള്ളത്, ചോദിച്ചു നോക്കണം, മാറിക്കണോ മാറ്റിക്കണോ എന്നുള്ളത്. പിന്നെ EVXൻ്റെ കളർ ആരാടാ കൊണ്ടുപോയത്? VC പോയിട്ട് VCയിൽ ആരുണ്ടോ? EVXൻ്റെ കളറ് IGZ ആണോ? IGZ അല്ലേ ഇന്ന ഹോസ്റ്റേജ് എടുക്കാൻ നോക്കിയത്? അവന്മാരെപ്പോഴും സിറ്റിയിൽ ഗ്യാങ് തന്നെയാണോ? അയ്യോ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ ഗ്യാങ്ങായി എൻ്റെ അഹങ്കാരം കാണിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷേ കാണും. അത് ഞാൻ അന്ന് വെയിറ്റ് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. ആവട്ടെ എന്ന് കരുതിയാണ്ട് വെയിറ്റ് ചെയ്തതാ. അത് ഞാൻ മറക്കൂല എന്തായാലും. മുമ്പ് ഇതേമാതിരി ഒരുത്തനെ തപ്പി ഇറങ്ങിയതാ, പിന്നെ ഓനെ ഞാൻ ആ ദുനിയാവിൽ കണ്ടിട്ടില്ല. എന്ത് റിപ്സി, പിന്നെ ഓനെ കിട്ടിയിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആവില്ല ഇവരെ കേസിൽ. വരട്ടെ, ആവട്ടെ, സമയമുണ്ട്. ഇന്നൊരു സിറ്റുവേഷൻ എടുക്ക് കുറേ ഒരു അടി കണ്ടിട്ട് അവിടെ സിറ്റുവേഷൻ എടുക്കാൻ ഗ്യാങ് ആരിട്ടില്ലടാ. ഗ്യാങ് അല്ല സിറ്റിയിൽ നിലവില്. ഗ്യാങ് ആവാതെ പോയാണ്ട് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഉമ്മാരങ്ങ് കൊണ്ടുപോകും, മനസ്സിലായ? FAT കുറ്റടിച്ച് ഇറങ്ങി ഓടേണ്ടി വരും. KTM റിപ്സി, അതന്നെ KTM റിപ്സി. സത്യം പറയുന്നത് ഞാൻ ഗ്യാങ് RP തുടങ്ങാൻ പോലും കാര്യം KTM റിപ്സിയാ. പക്ഷെ ഞാൻ പറയാ, ഞാൻ സംസാരിച്ചിട്ട്, അഥവാ എനിക്ക് പേഴ്സണലി
ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ടർബോ അതേപോലെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ട് റിപ്സ് അത്ര വലിയ സീനൊന്നും അല്ല, പാവാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഷെയ്ഖിൻ്റെ വീട് ഒലിപ്പയാണ്, ഇക്കാച്ചിൻ്റെ വീട്ടിൽ ഷെയ്ഖ് എൻ്റെ വീട് ഒലിപ്പയായിരുന്നോ നടന്നോ? ഇപ്പം ഇങ്ങോട്ട് വരണ്ട, ഇവിടെ എല്ലാവരും കടന്നുറങ്ങാനായിരുന്നു. അപ്പം ഇജ്ജ് ഇങ്ങോട്ട് കയറിയായിരുന്നു വന്നിട്ട് പിന്നെ ഇവിടെ ഞമ്മ പിന്നത്തെ സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അന്നെ നോക്കി ഇങ്ങനെ കുത്തിറക്കണ പണി നമുക്ക്. ആസ്ട്രിക്സിൽ കയറിയിട്ട് ഞാൻ എന്താക്കാനടാ, ഞാൻ ഒറ്റയ്ക്ക് ആസ്ട്രിക്സിൽ കയറിയിട്ട് ഇരിക്കേണ്ടി വരും. ആസ്ട്രിക്സിലൊന്നും ആരും ഇല്ല, നമ്മളെ മെമ്പേഴ്സ് പോലും ആസ്ട്രിക്സിലൊന്നും ഇല്ല. ശരിക്കും ടർബോ ആണ് കൊണച്ചത് എന്നാ എനിക്കറിയില്ല കേട്ടോ. ടർബോ T47 മീറ്റപ്പ് പോയി TVM എപ്പോ? ഇപ്പോഴാ? ഇപ്രാവശ്യമാണോ ടർബോ പോയത്? DC നോക്ക്, പോസ് ചെയ്തോ, DC നോക്കാം. എടാ eBay